ആ ദാഹം മാറാത്ത സമയത്ത് ചില ആൾക്കാര് ദാഹം തീർന്നവരായി മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ഒരു സമയത്ത് ദാഹം തീർന്നവരായിട്ട് ചിലർ മരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. മരിക്കുന്ന സമയത്ത് ദാഹം തീർന്നിട്ട് മരിക്കുക, ഒന്ന് കൈവക്കിക്കുക. പൊക്കാത്തവനെ ഞാനൊന്ന് കാണട്ടെ. ഓനെ ഞാൻ അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. എന്തേ ചെയ്യേണ്ടതെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്, എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്ത്, അത് ഏകദേശമുള്ള എല്ലാവർക്കും അറിയാം. പള്ളിയും പട്ടവും മദ്രസയിലൊക്കെ പോയിട്ടുള്ള ഏത് മനുഷ്യനും അറിയുന്ന ഒരു സൂറത്താ. വേറെ ഏത് സൂറത്ത് അറിയില്ലെങ്കിലും ഈമാനുള്ളവർക്ക് അതറിയാൻ കഴിയും. ആ സൂറത്ത് എല്ലാ ദിവസവും ഓതുന്നവരുടെ മരണസമയത്ത് ദാഹം തീർന്നവരായിട്ട് മരിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ സൂറത്ത് പറഞ്ഞു തരട്ടെ. എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം. ആ സൂറത്ത് പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഓതുവോ? ഓ, എവിടെ ഓതാനാ ഉസ്താദ്? ഇല്ലേ, നിങ്ങൾ ഇന്നേക്കാലം എന്താ ഹത്തീബ് ഉസ്താദൊക്കെ എത്ര നോക്കണം. ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. ഹത്തീബ് ഉസ്താദ് പോയാ അള്ളാഹു ഭക്ഷണം കഴിക്കാൻ പോയതാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് നാളായി ഇവിടെ വന്നിട്ട്, 2.5 വർഷം. ഒരാഴ്ച നിൽക്കൂല ചില പള്ളികളിൽ. ചില പള്ളികളിൽ ഒരാഴ്ച പോലും നിൽക്കാൻ പറ്റൂല. എന്തായാലും 2.5 കൊല്ലമായി. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ നല്ലവരാണെന്ന അതിനർത്ഥം. ശരി, അള്ളാഹു ഖൈറാകുന്ന കാലത്തോളം അള്ളാഹു ഖിദ്മത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു സൂറത്ത് ഓതുവല്ലേ? ഓതാന്നുള്ള ഒരു കൈവക്ക്. അൽഹംദുലില്ലാ. പറഞ്ഞുതരട്ടെ. വേണോ? വേണ്ടേ? വേണം. 11:15 വരെ ഇരിക്കണം. പോരെ? 11:15 വരെ ഇരിക്കണം. വേണ്ടവൻ ഇരുന്നാൽ മതി, എല്ലാത്തിനും പൊക്കം. ഈ സൂറത്ത് ഏതാണെന്ന് അറിയണം, പഠിക്കണം. ആഗ്രഹമുള്ളവരിയ്ക്കുക, അല്ലാത്തൊരു വീട്ടിൽ പോയി കിടന്നുറങ്ങുക. പൊക്ക കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റൂ, ഇവിടെ നിന്നല്ലേ എഴുന്നേറ്റ് പോകാൻ പറ്റൂ. ഓന്തോടി എവിടെ വരെ ഓടും? തമാശക്ക് പറയില്ല, ഓന്തോടി എവിടെ വരെ ഓടും? നീ എവിടെ പോയാലും വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അസ്റായിൽ വരുമ്പോൾ ഓടാൻ പറ്റുമോ? ഇവിടെ നിന്നല്ലേ ഓടാൻ പറ്റൂ. അവിടെ ഓടാൻ പറ്റൂലല്ലോ, തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണമല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഉത്തമ കുടുംബം, ഉത്തമ സമൂഹം. എവിടെ നിന്ന് തുടങ്ങണമെന്ന് തന്നെ അറിയില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങാം. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഈ പറയുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅലെന്ന് പറയുന്നത് പള്ളിയിലെ ജുമാ പ്രസംഗം പോലെയല്ല. അവിടെ കള്ളുപിടിയും പെണ്ണുപിടിയും ഒളിച്ചോട്ടവും സിനിമ കാണലും എല്ലാ വൃത്തികേടുകളെ കുറിച്ച് ഇങ്ങനെ പറയും. അത് വഅലിന്റെ ഒരു വശമാണ്. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ മാത്രം നല്ല ആൾക്കാർ, ഞങ്ങൾ എന്താടാ വൃത്തികെട്ടവർ, ഞങ്ങളെ നന്നാക്കാനായി ഇയാൾ വന്നേ നിലപ്പം നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ആദ്യം പറയുന്നു, നിങ്ങൾ ആരെയും നന്നാക്കാനല്ല ഞാൻ വന്നത്. നിങ്ങൾ ആരെയും നന്നാക്കാനല്ല ഞാൻ വഅദ് പറയുന്നത്. ഞാൻ വഅദ് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര്, ഒരാമീൻ പറ മനുഷ്യ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആമീനിലായിരിക്കും രക്ഷപ്പെടുന്നത്. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അല്ലാതെ നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഅദ് പറയണേ, അത് മനസ്സിലാക്കാം. കാരണം ഈ വഅദ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കും, എന്തുവാടാ മൈക്ക് കിട്ടിയപ്പോൾ എന്തെല്ലാം പറഞ്ഞു, ഈ പറഞ്ഞ വല്ല കാര്യവും നീ ചെയ്യുന്നുണ്ടോ എന്നെൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നും. അത് അപ്പോൾ എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നന്നാകും. അപ്പം അതിനു വേണ്ടിയാണ് എൻ്റെ തോളിൽ കിടക്കുന്ന ഈ ഷാള് ഞാൻ കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവൻ്റെ കൈയാണോ അതോ തുണിയാണോ? എന്താ വെളുക്ക? പറ മനുഷ്യന്മാരെന്താ വെളുക്ക? തുണി. അപ്പൊ ഞാൻ വഅദ് പറയുന്ന തുണിയാണ് ആദ്യം വെളുക്കണേ, കയ്യല്ലേ വെളുക്കണേ? അപ്പൊ കയ്യല്ലേ വെളുക്കണേ? നാട്ടിൽ തുണിയാ. അപ്പൊ എൻ്റെ ഹൃദയം വെളുക്കാൻ വേണ്ടിയാ ഞാൻ വഅദ് പറയുന്നത്. അള്ളാഹു വെളുപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളുപ്പിക്കണമെന്ന് തോന്നിയാ ഇൻഷാ അല്ലാഹ്. സംഘാടകർ പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, 2 ദിവസവും പിരിവില്ലായിരുന്നു. ഉസ്താദ് ഒരു പാട്ടപ്പിരിവുണ്ടെന്ന് പറഞ്ഞു. അത് ആദ്യം നടത്തണോ അവസാനം നടത്തണം?
പകുതി നടത്തുമ്പോൾ എഴുന്നേറ്റ് ഓടാനൊരു വിഭാഗമുണ്ട്. ബക്കറ്റ് എടുക്കുമ്പോൾ ഓടാൻ, ബക്കറ്റ് എടുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോകുന്ന ചില ആൾക്കാരുണ്ട്. അത് ഒഴിവാക്കാം അവസാനം പോലെ. ടെൻഷനുണ്ട് കമ്മിറ്റിക്കാർക്ക്. അള്ളാഹു നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾക്ക് തന്നെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുടുംബജീവിതത്തിന്റെ തുടക്കം മാതാപിതാക്കൾ മക്കളെ കുറ്റം പറയുന്ന കാലം, മക്കള് മാതാപിതാക്കൾ ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിലാണ്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഈ വിഷയം ഏറ്റവും അഭികാമ്യമായൊരു വിഷയമാണ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരു പിതാവ് തന്റെ മകന്റെ കയ്യിൽ പിടിച്ചു വലിച്ചിടച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു പിതാവ് തന്റെ കുഞ്ഞിന്റെ കയ്യിൽ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ മകനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, തങ്ങളെ, ഇവൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഇവൻ എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നോടുള്ള കടമകൾ ഇവന് പാലിക്കുന്നില്ല, ഇവനെക്കാളും വയസ്സിന് മൂത്തവരെ ഇവൻ ബഹുമാനിക്കുന്നില്ല, ഇവനെക്കാളും വയസ്സ് കുറഞ്ഞവരോട് ഇവൻ കരുണ കാണിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങന്റെ പൊന്നുമകനെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവ് തന്റെ മകനുമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദന്മാരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് എന്റെ മകനെ ഒന്ന് ഉപദേശിക്കണം, മക്കളുടെ പരാതി പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. തന്റെ മക്കളെ കുറിച്ച് പരാതികൾ പറയുന്ന എന്റെ പിതാക്കന്മാരോട്, ഉമ്മമാരോട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു പിതാവ് തന്റെ മകനുമായി കടന്നു വന്നിട്ട് തന്റെ പൊന്നാര മകനെ കുറിച്ചുള്ള പരാതികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആ ചെറിയ മകനെ ഇങ്ങനെ അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. മോനെ, നിന്റെ മാതാപിതാക്കളോട് നിനക്ക് ഒരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്. നീ അവര് പറയുന്നതനുസരിക്കണം, നീ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. നീ അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. നിന്നെക്കാളും വയസ്സിന് മൂത്തവരെ നീ ബഹുമാനിക്കണം, വയസ്സ് കുറഞ്ഞവരോട് നീ കരുണ കാണിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആ പൊന്നുമകനോട് സർവ്വകാര്യങ്ങളും ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാ. ആ പൊന്നുമോൻ ആകാംക്ഷയോടുകൂടി അനുസരണയോടുകൂടി ഉമർ റളിയല്ലാഹു തആല പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടു നിൽക്കുകയാണ്. അവസാനം ഉപദേശമൊക്കെ കഴിഞ്ഞപ്പോ അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോ ആ പൊന്നുമകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുന്നു, മറുപടികളെ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. റളിയല്ലാഹു തആല അൻഹുവിന് അത്ഭുതമായി. അവിടുന്ന് ചോദിച്ചു, എന്തേ പൊന്നുമാനെ? ആ പൊന്നുമകൻ അല്ലാഹുവേ, നിങ്ങളോട് പറയുന്നു, തങ്ങളെ, ഇത്രയും നേരം എന്റെ മാതാപിതാക്കളോട് എനിക്കുള്ള കടമകളെ കുറിച്ചാ പറഞ്ഞു തന്നത്. എങ്കിൽ എന്റെ വാപ്പയ്ക്ക് എന്നോട് വന്ന കടമയുണ്ടോ? എന്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു കടമയുണ്ടോ? ആ പൊന്നുമകന്റെ ചോദ്യം കേട്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചത്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്ന, പൊന്നുമാനേ, എനിക്ക് നിന്റെ മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ നിന്റെ മാതാപിതാക്കൾക്കും നിന്നോട് കടമയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ വഅദ് കുട്ടികൾക്കുള്ളതല്ല, ഇന്നത്തെ വഅദ് മാതാപിതാക്കൾക്കുള്ളതാ. മക്കളെ കുറിച്ച് കുറ്റം പറയുന്ന, മക്കളെ കുറിച്ച് പരാതി പറയുന്ന, മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയമുള്ളവരെ, മക്കളെ തലതിരിഞ്ഞു പോയതിന്റെ കാരണം എന്തെന്നറിയോ? മക്കളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, 100% അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളെ തലതിരിഞ്ഞു പോകാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ പറയുന്നു, മോനെ, നിന്റെ വാപ്പയ്ക്ക് നിന്നോട് കടമയുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരു പിതാവ് തന്റെ മകനെയും കൊണ്ടുവന്നിട്ട് പറയും, അവൻ അനുസരിക്കണില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, ഞാൻ പറയണത് കേൾക്കണില്ല, ഇങ്ങനെ കുറ്റം പറച്ചില്ല. അപ്പൊ ഉപദേശിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവസാനം പിരിയുന്ന സമയത്ത് ഈ മകൻ ഉമർ തങ്ങളോട് ചോദിച്ചു, എന്റെ വാപ്പായ്ക്ക് എന്നോട് വല്ല കടമയുണ്ടോ? എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നോട് വല്ല കടമയുണ്ടോ? ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, മോനെ, മാതാപിതാക്കൾക്കും മക്കളോടും ചില കടമയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ആ കടമകൾ പഠിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം ഈ കടമ നീ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. ഈ സദസ്സിൽ ഇരിക്കണ മക്കളുള്ള ഞാനും നിങ്ങളും നമ്മൾ ചിന്തിക്കാം, മക്കളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കടമകൾ പാലിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരുന്ന് എല്ലാവരും ഇതിലിപ്പോൾ കടപ്പുറത്ത് കിടക്കണ പോലെ ഉണ്ട്. എഴുന്നേറ്റില്ല, നേരെ. ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവത്തിന് അവിടെ പോയിരിക്കണ പോലെ കാലും നീട്ടിട്ട് ഇങ്ങനെ വെട്ടി നേരെ ഇരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പ്രിയപ്പെട്ട പൊന്നുമകനെ പെട്ടെന്ന് ചോദിക്കുന്നു, എന്റെ വാപ്പയ്ക്ക് എന്നോടുള്ള ഒന്നാമത്തെ കടമയുണ്ടാ? അതിന് കടന്നു തന്നെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഉത്തമ സമുദായത്തെ വെറുതെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പടച്ചറപ്പേ നിങ്ങളുടെ കബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന സാലിഹായ സന്താനങ്ങളെ എങ്ങനെ വെറുതെ കിട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെന്ന് പറയുന്ന പൊന്നുമാനെ, ഒരു പിതാവിന് മകനോടുള്ള, ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമയുണ്ടെന്നറിയുമോ? അവൻ അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഉമ്മാനെ കൊടുക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഉമ്മാനെ കൊടുക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ബാധ്യത, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഉമ്മാനെ കൊടുക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന വല്ല ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഓരോ മനുഷ്യനും തന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്ക്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താവും തന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്ക്. അല്ലാഹുവേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണാണോ? 5 നേരം നിസ്കരിക്കുന്നവളാണോ? അല്ലാഹുവേ, ഖുർആൻ ഓതുന്നവളാണോ? അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണോ നീ വിവാഹം കഴിച്ചിട്ടുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി. നല്ല ഒരു ഉമ്മയുടെ വയറ്റില് നല്ല മക്കൾ ജനിക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നല്ല ഉമ്മാന്റെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെ അങ്ങ് മക്കളെ, നല്ല മക്കളെ കിട്ടാന്ന് സ്വപ്നത്തിൽ വെറുതെ അങ്ങ് കരുതൊന്നും വേണ്ട. വെറുതെ ഒന്നും കിട്ടൂല. അത് കിട്ടണമെങ്കിൽ കഷ്ടപ്പാടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തേ പരിഗണിക്കേണ്ടത്? ദീനിനെ പരിഗണിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ പണവോ, നിങ്ങൾ സമ്പത്തോ, സൗന്ദര്യമോ, കുടുംബ മഹിമോയല്ല പരിഗണിക്കേണ്ടത്. നിങ്ങൾ പരിഗണിക്കേണ്ടത് ഫളുഫറു ബിദാത്തി ദീൻ. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അവളുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് ആരാ നോക്കണേ? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഒന്നാമത് പരിഗണിക്കുന്നത് പണവാ. ഒന്ന് കെട്ടിച്ചതാണെങ്കിലും കുഴപ്പമില്ല, ഇനി മക്കളുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല, ഇനി വയസ്സ് കൂടിയതാണെങ്കിലും കുഴപ്പമില്ല, പണം തരുമെങ്കിൽ ഞാൻ കെട്ടാൻ തയ്യാറാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പണം നോക്കിയിട്ട് വിവാഹം കഴിക്കാം മോനെ, നീ എത്ര സുന്ദരിയെ കണ്ടാലും നിന്റെ വാപ്പായും ഉമ്മയും പറയും വേണ്ട. അതെന്തേ ഉമ്മ? പൈസ ഇല്ലടാ, പൈസ ഇല്ലടാ, പൈസ ഇല്ലടാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ തസവ്വജ ലിഇംറഅതി മാലിഹാ, മോനെ ഭാര്യയുടെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട. വല്ല പെണ്ണിന്റെയും പണം കണ്ടിട്ട് നീ വിവാഹം കഴിച്ചാൽ നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മേക്ക് സെറ്റുകാരാ ഒരിത്തിരി ഇത്തിരി സൗണ്ട് വെച്ചേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പണം കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ അവന് ദാരിദ്ര്യം ഉണ്ടാകും. നിങ്ങളൊന്ന് ആലിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ടാമത് നോക്കുന്നത് ഐശ്വര്യ റായിയുടെ മോളാണോ എന്ന് നോക്കണേ. കണ്ട ഗ്ലാമർ, സുന്ദരി മാത്രമേ കെട്ടത്തുള്ളൂ. അള്ളാഹുവേ, കണ്ട മലക്കുകൾ പറ്റുന്ന ഹൂറിൽ നിങ്ങളുടെ മക്കളെ പോലെ ഇരിക്കണം. സൗന്ദര്യം നോക്കി പെണ്ണ് കെട്ടുന്നവരുണ്ട്. സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർ, പ്രവാചകൻ പറഞ്ഞു, വേണ്ട മോനെ, സൗന്ദര്യം നിന്റെ ഭാര്യയെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട. സൗന്ദര്യം കൂടിക്കഴിഞ്ഞാൽ പെണ്ണിന് അഹങ്കാരം കൂടും. നീയല്ല, നിന്നെക്കാലം വലിയവനെ കിട്ടുമെന്നുള്ള ചിന്ത. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. പണ്ടൊക്കെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ വീട്ടിലെ വാപ്പായോ ആരെങ്കിലും മുത്താപ്പയോ അങ്ങനെയുള്ള കാരണവന്മാരുമായിട്ടാ പെണ്ണ് കാണാൻ പോകുന്നത്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ പെണ്ണ് കാണാൻ പോകുമ്പോൾ രണ്ട് മലക്കുകളെ പോലെ രണ്ടെണ്ണത്തിനെ കൂടെ കൊണ്ടുപോകും. വാപ്പായും ഉമ്മായും ഒന്നുമല്ല, രണ്ട് കൂട്ടുകാരുമായിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. അൽഹംദുലില്ലാ സലാമൊക്കെ പറഞ്ഞു കയറിയിരുന്നു. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ കല്യാണ പെണ്ണ് കാപ്പിയോ വെള്ളമായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നവൻ പെണ്ണിന്റെ ഗ്ലാമർ നോക്കി ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കും, എങ്ങനെയുണ്ടളിയ? അടുത്തിരിക്കുന്നവനോട് ചോദിക്കും, പെണ്ണ് കെട്ടുന്നത് ഇവനാ. ഇവൻ അടുത്ത് കൊണ്ടുപോയ മലക്കിനോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. അവനൊരു 1.5 സ്കാനിങ് നടത്തിയിട്ട് പറയും, നല്ലൊരു ചരക്കാട കെട്ടിക്കോ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നടക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അവൻ ഇഷ്ടപ്പെട്ടോ എന്നല്ല, കൂടെ പോയവൻ പറയണം കൊള്ളാവെന്നെങ്കിൽ കിട്ടുന്ന കാലം. സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. സൗന്ദര്യം കൂടിയ പെണ്ണിനെ വിവാഹം കഴിക്കരുത്. കാരണം സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമതായിട്ട് ഇന്ന് പരിഗണിക്കുന്നത് കുടുംബ മഹിമ നോക്കും. ദീനില്ലാത്ത കുടുംബ മഹിമയുള്ള പെണ്ണിനെ കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കുടുംബ മഹിമ നോക്കിയിട്ടാണ് നീ വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ നിനക്കൊരു വിലയും ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അവന് നല്ല ഒരു ഉമ്മാനെ കൊടുക്കല. അവനൊരു നല്ല ഉമ്മാനെ കൊടുക്കല. കാരണം ഉമ്മ നന്നായ, അല്ലാഹുവേ, ഉമ്മ നന്നായ, അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാര് വളർത്തിയ ഒറ്റ മക്കളും ഇന്നുവരെ തലതിരിഞ്ഞു പോയിട്ടില്ല. അല്ലാഹുവിനെ പേടിയുള്ള 5 നേരം നിസ്കരിക്കുന്ന, അല്ലാഹുവേ സ്വലാത്തുൽ ഖുർആൻ ഓതുന്ന പറയുന്ന ഒരു ഉമ്മ വളർത്തിയ മക്കളും ഇന്നുവരെ തലതിരിഞ്ഞു പോയിട്ടില്ല. എത്രയോ ചരിത്രമെടുത്തു നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രമെടുത്തു നോക്കൂ. അല്ലാഹുവേ, പടച്ചവനെ, ഉമ്മമാര് വളർത്തിയ മക്കളുടെ ചരിത്രം, ഉമ്മമാര് വളർത്തിയ മക്കളുടെ ചരിത്രം എടുത്തു നോക്കൂ. അല്ലാഹുവേ, ഒരുപാട് പ്രവാചകന്മാര് മൂസാ നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര്, സഹാബത്ത്, താബിഈങ്ങള്, അല്ലാഹുവേ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, പണ്ഡിതന്മാര്, എന്തിനീ നാട്ടിൽ നിങ്ങൾ പലരും ബഹുമാനിക്കുന്ന പലരെയും എടുത്തു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും ഇന്ന് പല തലതിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഇങ്ങനെ നമ്മുടെ ഭാര്യമാരെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഭാര്യമാര് പടച്ചവനെ ഇനിയെങ്കിലും അവരെയൊന്ന് നന്നാക്കാൻ പരിശ്രമിക്കാത്തതിന്റെ കാരണം എന്താ? ഇനിയെങ്കിലും നമ്മളൊന്ന് നന്നാക്കാൻ. എന്റെ പ്രിയമുള്ളവര്, നല്ല ഉമ്മയ്ക്ക് പറഞ്ഞ ഒരു മകന് ഞാൻ പറഞ്ഞു തരാ. നല്ല ഉമ്മാന്റെ വയറ്റിൽ ജനിച്ച ഒരു മകനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവേ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. അല്ലാഹുവേ, കളിക്കാൻ
കഴിക്കാൻ ഭക്ഷണമില്ല, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ടിറങ്ങുകയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭക്ഷണം തിരഞ്ഞു നടക്കുകയാ. അവസാനം ഹലാലായ ഭക്ഷണമൊന്നും കിട്ടിയില്ല. നടക്കാൻ കഴിയാതെ ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു വീഴുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം അത് കാണുകയാണ്. പടച്ചുറപ്പേ, വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിളുണ്ടല്ലോ, അതെടുത്തിട്ടങ്ങ് കഴിക്കുകയാണ്. അല്ലാഹുവേ, പകുതി കൊണ്ട് ആമാശയത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോഴാണ് അല്ലാഹുവേ ചിന്തിക്കുന്നത്, റബ്ബേ ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ, അനുവാദം ചോദിച്ചില്ലല്ലോ, ഹറാമ് തിന്നുപോയല്ല അല്ലാ. ചെറുപ്പക്കാരിരുന്ന് കരയുകയാ. ഹറാമ് കഴിച്ചു പോയതിന്റെ പേരില് അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പകുതി ആപ്പിൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ ഇരുന്ന് ഭ്രാന്തനെ പോലെ കരയുകയാ. അല്ലാഹുവേ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലുറപ്പേ, എന്റെ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു പോയല്ലോ. അല്ലാഹുവേ, ചാടിയെഴുന്നേറ്റ് പുഴയ്ക്കെതിരായി ഓടുകയാണ്. എവിടെ നിന്നാണ് വീണത്? ഈ ആപ്പിൾ ഏത് തോട്ടത്തിൽ നിന്നാണ് വീണത്? കിലോമീറ്ററുകളോളം ഓടി നടന്നിട്ട് അവസാനം കണ്ടുപിടിക്കുകയാ. തോട്ടത്തിന്റെ അകത്തേക്ക് കടന്നു കൊല്ലുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അറിയാതെ പിന്നെ പോയതാ, എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരുവോ? ആ മനുഷ്യൻ പറയുന്നു, സാബിത്തേ, ഞാനിവിടത്തെ തൊഴിലാളിയാ, എനിക്ക് പൊരുത്തം തരാൻ അവകാശമില്ല. അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ മുതലാളിയുടെ വീട് എവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ എന്ന് പറയുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഇതിന്റെ പൊരുത്തം ചോദിക്കാൻ 300 കൊല്ലം നടക്കേണ്ടി വന്നാലും ഞാൻ നടക്കാൻ തയ്യാറാ. അവസാനം പറഞ്ഞ അടയാളം വെച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ദിവസങ്ങളോട് സഞ്ചരിച്ചു. അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെത്തി. ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരണേ. വിശന്ന് തളർന്നു കിടന്നപ്പോ അറിയാതെ തിന്നുപോയതാ. അതാ ആപ്പിളിന്റെ പകുതി കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, ഇത് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ഇവിടെ വരെ പൊരുത്തം ചോദിക്കാൻ വരണമെങ്കില് ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കണം, എന്റെ മകളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാൻ കാലിന് സ്വാധീനമില്ല. ഇങ്ങനെയുള്ള എന്റെ മകളെ വിവാഹം കഴിച്ചാലേ നിനക്ക് പൊരുത്തപ്പെട്ടു തരൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് പെണ്ണിനെ പോലെ കാണണ്ട, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയാ മതി, എനിക്ക് പൊരുത്തം മതി, എനിക്ക് നരകത്തിന് വല്ലാത്ത പേടിയാ. അവസാനം വിവാഹം കഴിഞ്ഞു. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മണിയറക്കകത്തൊരു സുന്ദരിയായ പെണ്ണിരിക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യയുടെ എന്റെ ഭാര്യയുടെ ചെവി കേൾക്കാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത എന്റെ ഭാര്യയുടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, സാബിത്തേ, ഞാനാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ വാപ്പ എങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല സാബിത്തേ.
എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഹറാമ് കേട്ടിട്ടില്ല, എന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് ഞാൻ നടന്നിട്ടില്ല. അവൾ അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണായിരുന്നു. അവള് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവനായിരുന്നു. അവൾക്ക് കാമുകന്മാരില്ലായിരുന്നു. കറങ്ങാൻ പോകുന്നവളായിരുന്നില്ലോ, സെക്സ് പറയുന്നവളായിരുന്നില്ലോ, കാമുകനോട് പാതിരാത്രി വാല് പറയുന്നവളായിരുന്നില്ലോ, അവള് സിനിമ കാണുന്നവളായിരുന്നില്ലോ, അവള് വൃത്തികേടുകൾ കാണുന്നവളായിരുന്നില്ലോ. അവൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവര് പെണ്ണായിരുന്നു. അല്ലാഹുവേ, രണ്ടുപേരും കുടുംബജീവിതം തുടങ്ങുകയാണ്. രണ്ടുപേരും കൂടെ പടച്ചറപ്പിനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും അവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നയിച്ചപ്പോ അവർക്ക് അല്ലാഹു ഒരു മകനെ കൊടുത്തു. ആ നല്ല ഉമ്മയുടെ വയറ്റിലൊരു മകൻ ജനിച്ചു. ആ മകന്റെ പേരെന്തെന്നറിയോ? ആ മകൻ ആരെന്നറിയോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി. പടച്ചവനേ, ആ ഉമ്മാന്റെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി. അല്ലാഹുവേ, നല്ല ഉമ്മമാരുടെ വയറ്റില് നല്ല കൃഷികളത്തിൽ നിന്ന് നല്ല വിളവ് കിട്ടൂ, നല്ല ഉമ്മയുടെ വയറ്റില് നല്ല മക്കളെ പിറക്കൂ എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ചരിത്രം പഠിപ്പിച്ചു തരുന്നു. നല്ല ഉമ്മമാരുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.